വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് ആരോപണത്തിൽ പ്രതിഷേധം ശക്തം. സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ തള്ളിക്കയറി. പ്രതിഷേധവുമായി ബിജെപി പ്രവർത്തകരും രംഗത്തെത്തി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ദൃശ്യങ്ങളിലേക്ക്. പ്രതിഷേധത്തിന് പിന്നാലെ ഡിഎംഒ അന്വേഷണത്തിന് ഉത്തരവിട്ടു. പ്രസവശേഷം നേരിട്ടത് വലിയ ദുരിതമെന്നാണ് യുവതി പറഞ്ഞത്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദീപക്, വലിയ ദുരിതം ആ യുവതി നേരിട്ടു എന്ന് അവർ പറയുകയുണ്ടായി. അത്രയേറെ ദിവസങ്ങൾ അവർ നേരിട്ട ഒരു വേദന. ആ വേദനയ്ക്ക് ഇന്നിപ്പോൾ പ്രതിഷേധത്തിലൂടെ കോൺഗ്രസും ബിജെപിയും ഒക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. എന്ത് നടപടിയിലേക്കാണ് നീങ്ങുന്നത്? ശ്രുതി, വയനാട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു റഫറൽ മെഡിക്കൽ കോളേജായി വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജ് മാറിയിട്ട് നാളുകളായില്ല. മാത്രമല്ല പല കേസുകളിലും ഗുരുതരമായ ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നത് നിർബാധം തുടരുകയാണ്. 75 ദിവസത്തോളമാണ് ഒരു യുവതി പ്രസവത്തിന് ശേഷം ആശുപത്രിയിൽ വേദന അനുഭവിച്ച് കിടന്നത്. കഴിഞ്ഞ ഒക്ടോബർ 20-ാം തീയതി ആശുപത്രിയിൽ ഇവർ പ്രസവിച്ചു. സുഖപ്രസവമായിരുന്നു. പിന്നീട് ഡിസംബർ 23-ാം തീയതിയാണ് ഈ രക്തസ്രാവം ഉണ്ടാവുന്നത് തടയാനായി ബാൻഡേജ് പോലുള്ള തുണി വെച്ചത്. ആ തുണി പിന്നീട് ഇവർക്ക് കടുത്ത അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടായി. 2 തവണ ആശുപത്രിയിൽ പോയി. ഡോക്ടർ ചികിത്സിക്കാൻ തയ്യാറായില്ല. ചികിത്സിക്കാതെ തിരികെ മടക്കി അയക്കുകയാണ് ചെയ്തത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ വലിയ തോതിലുള്ള കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഒപ്പം ബിജെപിയുടെ ഭാഗത്തു നിന്നുമൊക്കെ വലിയ പ്രതിഷേധം മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടായത്. സൂപ്രണ്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്താണ് അവരെ അവിടെ നിന്ന് നീക്കിയത്. ഒപ്പം ബിജെപി പ്രവർത്തകരും അവിടെ എത്തി. അവരും അവിടെ നിന്ന് വലിയ രീതിയിൽ പ്രതിഷേധം നടത്തി. ഡിഎംഒ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. മന്ത്രി OR കേളുവിനും ഡിഎംഒയ്ക്കും ഈ പെൺകുട്ടി യുവതി പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായ അന്വേഷണത്തിന് മന്ത്രി OR കേളു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്പം മുൻപാണ് ഈ യുവതിയും കുടുംബവും ഡിഎംഒ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അവിടെ എത്തി ചർച്ച നടത്തിയത്. ആ ചർച്ചയിലും മതിയായ രീതിയിലുള്ള ഒരു സംതൃപ്തി യുവതിക്കും കുടുംബത്തിനും ലഭിച്ചില്ല. അവർ പറയുന്നത് 75 ദിവസത്തിലധികം ഇത്തരത്തിൽ വേദന തിന്ന വലിയ അസ്വസ്ഥതയോടുകൂടി ഈ യുവതി ജീവിച്ചു. അതുമായി ബന്ധപ്പെട്ടൊരു നഷ്ടപരിഹാരം ഉണ്ടാകണം. മാത്രമല്ല ഇനി ഒരാൾക്കും ഇത്തരത്തിലൊരു അവസ്ഥ വരരുത്. അതുമായി ബന്ധപ്പെട്ട ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചത്, ബന്ധപ്പെട്ട ഗൈനക്കോളജി ഡോക്ടർമാർ, നഴ്സുമാർ, നഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ള മറ്റ് അധികൃതർ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഈ യുവതിയുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. ശ്രുതി, 75 ദിവസത്തിലധികമാണ് ആ യുവതി വേദന നിന്ന് ജീവിച്ചത് എന്നുള്ളതാണ്. എന്തായാലും ഡിഎംഒ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. വിശദാംശങ്ങളാണ് ദീപക് മോഹൻ നൽകിയത്.